വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് നമ്മുടെ കമൻസിൽ ചോദിച്ച ഒരു സംശയമുണ്ട്. ആ സംശയത്തിനെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നമുക്ക് ആ സംശയം എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തിന് ഒരു ഇൻ്റർവെല്ലിൽ പലരും തന്നെ കൊടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒന്നാമത്തേത് നമ്മുടെ ഇംപ്ലാന്റേഷൻ ടൈം, രണ്ടാമത്തേത് നമുക്ക് പീരിയഡ്സിന്റെ ഫ്ലോ ഉണ്ടാകുന്ന സമയം. പക്ഷേ ഈ പീരിയഡ്സിന്റെ ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ചേച്ചി ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യമൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി പീരിയഡ്സിന്റെ ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടോ? നമുക്കൊന്ന് നോക്കിയാലോ. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പീരിയഡ്സിന്റെ സമയം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കുഞ്ഞിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പ്രിപ്പയർ ആയിട്ടിരുന്ന് എൻഡോമെട്രിയലൊക്കെ നല്ലപോലെ ഇങ്ങോട്ട് തിക്കായി നല്ലൊരു എന്താ പറയുക നല്ല എഫക്റ്റീവായിട്ട് നമ്മുടെ ആ ഒരു ബോഡി ഇരിക്കുന്ന നമ്മുടെ യൂട്രസ് ഇരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പീരിയഡ്സ് ആയിട്ട് പുറത്തേക്ക് വരും. നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് മാസം ഷെഡായി പുതിയത് വന്ന് അങ്ങനെയാണ് നമ്മുടെ ഒരു ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും കഴിഞ്ഞ തവണ ഓവുലേഷൻ സമയം മുതൽ പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ ഒന്ന് ഷെഡായി ബ്ലഡും ഒക്കെ ആയിട്ട് അത് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും ഒരു കാര്യം ഒരു ഗുണം നമുക്ക് ആ ഒരു സമയത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു ടൈമാണ്. നമുക്ക് വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണ് പീരിയഡ്സിന്റെ ടൈം എന്ന് പറയുന്നത്. ഈ സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും ഫിസിക്കൽ കോണ്ടാക്ട് നമുക്ക് തരുന്നത് ഒരു പ്ലഷറാണ്. ആ ഒരു പ്ലഷർ നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോഴേക്കും നമുക്ക് ആ വേദനകളൊക്കെ ഒന്ന് കുറയുന്നു, കോൺട്രാക്ഷൻസ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് നടക്കുന്നു. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് വേദനകൾ അവിടെ കുറയാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതാണ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും നമുക്കുണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ രണ്ടാമതായിട്ട് നമുക്കൊരു സൈഡ് എഫക്ട് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. സൈഡ് എഫക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ഗ്രാവിറ്റി അനുസരിച്ചിട്ട് പുറത്തേക്ക് പോരുന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻട്രപ്ഷൻ ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് ക്ലിയർ ആവേണ്ട നമ്മുടെ ഒരു ബ്ലഡിനെ തിരിച്ച് അകത്തേക്ക് പുഷ് ചെയ്യുന്നത് പോലുള്ള ഒരു പ്രോസസ്സാണ് ഈ ഒരു സമയത്ത് നടക്കുന്നത്. നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും ശരിയല്ല ഈ സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു പോരേണ്ട എൻഡോമെട്രിയൽ ടിഷ്യൂസിനെയും അതുപോലെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ആ ഒരു ബ്ലഡിനെയും ഒക്കെ നമ്മൾ പിന്നെയും അകത്തേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് ആ പുഷിങ്ങും ഗ്രാവിറ്റിയും ഒക്കെ കടന്നുകൊണ്ട് ബ്ലഡ് തിരിച്ച് പുറത്തേക്ക് വരും. പക്ഷേ എന്നിരുന്നാൽ കൂടി തന്നെയും കുറച്ച് അല്ലെങ്കിൽ ഒരു 100% ഒരു ചിലപ്പോൾ ഒരു 20% അല്ലെങ്കിൽ ഒരു 10% തിരിച്ച് അകത്തേക്ക് തന്നെ കയറി പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെ കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടിഷ്യൂസ് ഒക്കെയാണ് തിരിച്ചിങ്ങോട്ടേക്ക് ഇറങ്ങി പോരേണ്ടത്. ഇത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഓവറീസിലോട്ടോ പോയി പറ്റി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. യൂട്രസിന്റെ ഭാഗത്താണ് പറ്റി പിടിക്കുന്നതെങ്കിൽ അത് നമുക്ക് പുറത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഒരു വഴി മാത്രമേ ഓപ്പണിംഗ് ഉള്ളൂ. പക്ഷേ നമ്മുടെ ഓവറീസിന്റെ ഭാഗത്തോട്ടോ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിന്റെ ഭാഗത്തോട്ടോ ഇത് ചെന്ന് എത്തിപ്പിടിക്കുകയാണെങ്കിൽ അതിന് പുറത്തേക്ക് വരാനായിട്ട് ഒരു വഴി ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യും. അത് അവിടെ ഇരുന്നിരുന്ന് ചിലപ്പോൾ സിസ്റ്റ് ആവാനോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നിങ്ങളൊരു കണ്ടീഷനെ പറ്റി കേട്ടിട്ടുണ്ടാവും, എൻഡോമെട്രിയോസിസ്. നമ്മുടെ യൂട്രസിന്റെ അകത്ത് വളരേണ്ട എൻഡോമെട്രിയൽ ലൈനിങ് ഓവറീസിന്റെ അവിടെ ഫലോപ്പിയൻ ട്യൂബിന്റെ അവിടെയും അല്ലെങ്കിൽ മറ്റുള്ള യൂട്രസിന്റെ ക്യാവിറ്റിയിൽ നിന്ന് മാറി വേറെ സ്ഥലങ്ങളിലൊക്കെ വളരുമ്പോഴാണ് നമുക്ക് എൻഡോമെട്രിയോസിസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവർക്ക് പീരിയഡ്സിന്റെ ബ്ലഡ് പോകുന്ന സമയത്ത് അതികഠിനമായിട്ടുള്ള വേദനയും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സെയിം ഇതേ മെക്കാനിസം തന്നെ നമുക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ ആ ഒരു ഓവറീസിലോട്ടോ അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ശരീരത്തിന്റെ ഭാഗത്തോട്ടോ അത് പോയി ഒട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ സാരമായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പീരിയഡ്സിന്റെ സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് ഒന്ന് അവോയ്ഡ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങൾക്ക് എക്സസ് ആയിട്ട് ബ്ലഡ് ഫ്ലോ പോകുന്ന സമയത്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷറിനേക്കാളും ഒക്കെ വലുതായിട്ട് നമുക്ക് വേണ്ടത് ആ ഒരു സമയത്ത് റെസ്റ്റ് ആണ്. ആ സമയം നമ്മൾ കൃത്യമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാണ്ട് നമ്മൾ റെസ്റ്റ് എടുത്തിരിക്കുകയാണ് ആ സമയത്ത് വേണ്ടത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് പോരുന്ന ആ ഒരു ബ്ലഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹസ്ബൻഡിലോട്ടും എത്തുന്നതിന് അത് കാരണമാകുന്നു. നമ്മൾ അശുദ്ധരക്തം എന്ന് നമുക്കിത് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ബ്ലഡ് ആണല്ലോ അത്. നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു ബ്ലഡിന് ചെറിയൊരു സ്മെല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ബ്ലഡ് മറ്റൊരാളിലോട്ട് കാണുമ്പോഴും മറ്റൊരാളുടെ ബോഡിയിൽ അതാകുമ്പോഴും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടും പറ്റില്ല. ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പോഴേക്കും പലരും ചിന്തിക്കാം പീരിയഡ്സിന്റെ സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ മൈൻഡുള്ള ആളുകൾ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം. പക്ഷേ നമ്മളുടെ ശരീരം എന്ന് പറയുന്നത്
ഒരുപാട് ഹോർമോൺസിന്റെ പ്രവർത്തനം നടക്കുന്ന ഒരു ശരീരമാണ്. നമുക്ക് പല സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകും. പീരിയഡ്സിന്റെ സമയത്തും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ഹോർമോൺ ചേഞ്ച് വരുമ്പോഴേക്കും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അത് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളും ഉണ്ട്. മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നിങ്ങൾക്ക് എക്സസ് ഫ്ലോ ഉണ്ടാവുന്ന പീരിയഡ്സിനെ 1, 2, 3 ഡേയ്സ് നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. അതിനുശേഷം നിങ്ങൾക്ക് ബ്ലഡ് പോകുന്നതിന്റെ അളവ് കുറഞ്ഞു, നിങ്ങൾ പാഡ് രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഒന്നും ആകുന്നില്ലാത്തൊരു ലെവലിലോട്ട് നമ്മൾ എത്തില്ലേ, അതിനുശേഷം നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എക്സ്ട്രീം ആയിട്ടൊരു ഹാപ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അത് സഹായിക്കുന്നു. ഈ ഒരു സമയങ്ങളിലൊക്കെ, അതായത് പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിന്നിട്ടുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ആകുന്നു, നമ്മുടെ സ്ട്രെസ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നു, നമ്മൾ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുന്നു. ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ അടുത്ത ഒരു ഓവുലേഷൻ ഉണ്ടാവുമല്ലോ, ആ ഓവുലേഷന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന ആ ഒരു ഫോളിക്കിൾസ് ഒക്കെ കൃത്യമായിട്ടൊന്ന് വളരുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അത്രയും നമ്മളുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തനം അതിനനുസരിച്ച് താളം തെറ്റിക്കൊണ്ടിരിക്കും. പക്ഷേ പീരിയഡ്സിന്റെ സമയത്താണെങ്കിലും പീരിയഡ്സിന്റെ ഫ്ലോ കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിലും നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും ഫോളിക്കിൾസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിനൊക്കെ അത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ഫ്ലോ ഉള്ള സമയത്ത് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുക. ഇനി അങ്ങനെയുള്ള സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കെയർ കൊടുക്കുക. കൂടുതലായിട്ടും പ്രഷർ കൊടുത്ത് ആ ഒരു രീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വില്ലിങ് ആവാതിരിക്കുക. നിങ്ങളുടെ ബോഡി ഫിറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് തയ്യാറാകും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ ഇതുപോലുള്ള സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ഞരമ്പന്മാർ നമ്മുടെ ചാനലിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ ഭയങ്കര വൾഗറായിട്ടുള്ള ഭയങ്കര മോശമായിട്ടുള്ള മെസ്സേജസ് നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ മോളെ വെച്ചിട്ടായിരുന്നു ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അയാൾ ഡയറക്റ്റായിട്ട് ചീത്ത വിളിക്കാൻ എനിക്ക് അറിയാഞ്ഞുകൊണ്ടല്ല, പക്ഷെ എൻ്റെ സംസ്കാരം എന്നെ അനുവദിച്ചില്ല. ചാനലിന്റെ പേര് ദീച്ചൂസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ വരെ പറയാനായിട്ടുള്ള മൈൻഡ് ആ ഡാഷ് മോന് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോഴേക്കും, ഇത്തരത്തിലുള്ള വീഡിയോസിൽ കമന്റ് ചെയ്യുമ്പോഴേക്കും അങ്ങനെയുള്ള കമന്റ്സ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണുക, അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തേക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ ബ്ലോക്കും അവന്റെ ചെകിട്ടത്തുള്ള അടിയാണെന്ന് അവന് തോന്നണം. ആ രീതിക്ക് നിങ്ങൾ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുക കേട്ടോ. ബ്ലോക്ക് ചെയ്തിട്ട് ചാനൽ അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.